ഹായ്, എല്ലാവർക്കും ദീപാവലി ആശംസകൾ നേരുന്നു. ദീപങ്ങളുടെ ഉത്സവം എന്നറിയപ്പെടുന്ന ദീപാവലി അന്ധകാരത്തെ അകറ്റി പ്രകാശം നൽകുന്നതിൻ്റെ പ്രതീകമാണ്. ഈ ഒരു ഉത്സവത്തിന് നിരവധി പാരമ്പര്യ കഥകളുണ്ട്. ഇന്ത്യയിൽ ഒട്ടനവധി പലതരത്തിലുള്ള കഥകളാണ് അറിയപ്പെടുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കഥയാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്. രാജകുമാരനായ രാമൻ തൻ്റെ ഭാര്യ സീതയെ രക്ഷിക്കാനായിട്ട് ദുഷ്ടനായ രാവണന്റെ കൂടെ യുദ്ധം നടത്തിയിട്ട് ജയിച്ചു. അതിനുശേഷം രാമൻ തൻ്റെ വനവാസം കഴിഞ്ഞ് ലക്ഷ്മണനെയും സീതയെയും കൂട്ടിയിട്ട് തിരിച്ച് നാട്ടിലെത്തി. അപ്പോൾ അവർ തിരിച്ചെത്തിയപ്പോൾ 14 വർഷത്തെ വനവാസത്തിന് ശേഷം അയോധ്യയിലേക്ക് അവർ തിരിച്ചെത്തിയപ്പോൾ അവിടെയുള്ള ആളുകൾ ദീപം തെളിയിച്ചാണ് അവരെ വരവേറ്റത്. ആ ഒരു ദിവസത്തിന് തന്നെയാണ് ദീപാവലിയായിട്ട് പൊതുവെ ആഘോഷിക്കപ്പെടുന്നത്. ഇതോടൊപ്പം തന്നെ ഇതേ ദിവസത്തിൽ സമ്പത്തിൻ്റെ ദേവിയായ ലക്ഷ്മി ദേവിയെ ആരാധിക്കുന്നതും ഒരു ചടങ്ങാണ്. പൊതുവെ ദീപാവലി ആകുമ്പോൾ ചെയ്യാറുള്ള കാര്യങ്ങളെന്ന് പറഞ്ഞാൽ വീട് വൃത്തിയാക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. പിന്നെ വീട് അലങ്കരിക്കുക, ദീപങ്ങൾ തെളിയിക്കുക, മധുര പലഹാരങ്ങൾ വിതരണം ചെയ്യുക, പടക്കം പൊട്ടിക്കുക, ഇതൊക്കെയാണ് പിന്നെ എല്ലാവരും ആചരിച്ചു പോരുന്ന കാര്യങ്ങൾ. ദീപാവലി വെളിച്ചത്തിൻ്റെ, സ്നേഹത്തിൻ്റെ, പ്രതീക്ഷയുടെ ഉത്സവമാണ്. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും ദീപാവലി ആശംസകൾ നേരുന്നു.